guys, welcome to Varanda Race Malayalam YouTube channel. എൻ്റെ പേര് അതുല്യ. സോ ഇന്ന് SSC റെയിൽവേ റീസണിംഗ് സെഷനിൽ ഒരു സ്പീഡ് മോക്ക് പോലാണ് ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഇത്രയും നാൾ നമ്മൾ റിവൈസ് ചെയ്തായിരുന്നു. ഓരോ ടോപ്പിക് വൈസ് നമ്മളെല്ലാം പോയായിരുന്നു, ബേസിക് തൊട്ട് അതിൻ്റെ അഡ്വാൻസ് ലെവൽ വരെ പോയായിരുന്നു. സോ ഇന്നെന്ന് പറയുന്നത് സ്പീഡ് മോക്ക് പോലെ പോവാണ്, കാരണം ഇനി IBയുടെ എക്സാം വരികയാണ്. സോ എക്സാംസ് വരുന്നത് കാരണം നമുക്കൊരു സ്പീഡ് മോക്ക് സെഷൻ പോലെ പോവാം. സോ നമുക്ക് സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണിത്? കോഡിംഗ് ഡീകോഡിങ്ങിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നേക്കുന്നത്. ഇനി സെർട്ടൈൻ കോഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ബാഗ് എന്ന് പറയുന്നത് കോഡ് ചെയ്തേക്കുന്നത് 71 ആൻഡ് വൈസ് കോഡഡ് ടു 69. സോ ലൈക്ക് എന്ന് പറയുന്നത് എന്തായിട്ടാണ് കോഡ് ചെയ്തേക്കുന്നത് ചോദിച്ചേക്കുന്നത്. സോ നമ്മളുടെ ആദ്യത്തെ എന്ന് പറയുന്നത് ബാഗ്, ദാറ്റ് ഈസ് ബാഗ് കോഡ് ചെയ്തേക്കുന്നത് 71 സോ നമ്മൾ ഫസ്റ്റ് തിങ്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ പൊസിഷൻ നമ്പർ എഴുതുക, പൊസിഷൻ നമ്പറിൻ്റെ സം ഒന്ന് എടുത്ത് നോക്കുക. സോ ബാഗ് എന്ന് പറയുന്നത് 2, then 1 and 7 ആണ് വന്നേക്കുന്നത്. സോ എന്തായാലും 217 എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്താൽ ഒരിക്കലും 71 വരത്തില്ല അല്ലേ. സോ പൊസിഷണൽ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഇത് വരത്തില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് നമ്പേഴ്സും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. സോ 2ൻ്റെ ഓപ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് 25 ആണ്. ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ സെഷൻസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കോഡിംഗ് ഡീകോഡിങ്ങിലെ സെഷൻസിൽ, ദറ്റ് ഈസ് ഓപ്പോസിറ്റ് നമ്പേഴ്സ് വരണമെങ്കിൽ, ഓപ്പോസിറ്റ് നമ്പറാണ് വരണമെങ്കിൽ രണ്ട് പൊസിഷണൽ വാല്യൂസും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താണ് 27 വരണം എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഒരു നമ്പറും ഒരു ആൽഫബറ്റും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൽഫബറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ 27 വരണം. എന്ത് ചെയ്യാൻ നമുക്ക് ഓപ്പോസിറ്റ് നമ്പേഴ്സ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ ബിയുടെ ഓപ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 25, എയുടെ ഓപ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് 26 ആൻഡ് ജിയുടെ ഓപ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് 20. ഇതാണ് വരുന്നത്. സോ ഇത് ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്രയാണ്? 20 + 20 ദാറ്റ് ഈസ് 71 വരും അല്ലേ. സോ ഓപ്പോസിറ്റ് നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇത് വന്നേക്കുന്നത്. നമ്മൾ ജസ്റ്റ് മറ്റേതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വൈസ് എന്ന് പറയുന്നത് അല്ലേ, VICE, വൈസ് എന്ന് പറയുന്നതിലും ഓപ്പോസിറ്റ് നമ്പർ എടുക്കുക. വി എന്ന് പറയുന്നത് എത്രയാണ്? വിയുടെ നമ്പർ എന്ന് പറയുന്നത് 22 ആണ്. സോ 22ൻ്റെ ഓപ്പോസിറ്റ് നമ്പർ എത്രയാണ്? 5. ഇത് 9 ആണ്. 9ൻ്റെ ഓപ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് 18. ദെൻ 3 ആണ്, ദാറ്റ് ഈസ് 24. 5 ദെൻ 22 ആണ് വരുന്നത്. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴും എനിക്ക് എത്രയാണ്? 69 ആണ് വരുന്നത്. സോ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ലൈക്കിൻ്റെ ഓപ്പോസിറ്റ് നമ്പർ എത്രയാണെന്നാണ്. സോ ലൈക്ക് വരുമ്പോൾ LIKE ആണ് വരുന്നത്. സോ LIKEയിൽ എല്ലിൻ്റെ ഓപ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് 12 ആണ് നമ്പർ എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് നമ്പർ വരുമ്പോൾ അപ്പോൾ എത്രയാണ്? 15 വരും. ദെൻ 15 പ്ലസ് ഇതാണെങ്കിൽ 9 ആണ് നമ്പർ, ഓപ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് എനിക്ക് 18 വരും. ദെൻ അടുത്തത് K എന്ന് പറയുന്നത് 11 ആണ്. 11ൻ്റെ ഓപ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. ദെൻ അടുത്ത ഏതാണ്? 5 ആണ്. 5ൻ്റെ ഓപ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് 22 ആണ്. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എത്രയാണ് വരുന്നത്? സോ 71 ആണ് വരുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് 71 ആയിരിക്കും. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ സോ ഇത് വരുന്നത് ഒരു സെർട്ടൈൻ ലാംഗ്വേജിൽ അവളിനെ പറയുന്നതെന്ന് വെച്ചാൽ പീകോക്ക് എന്നാണ്. പീകോക്കിനെ കോഡ് ചെയ്തേക്കുന്നത് എന്താണ്? കുക്കു എന്നാണ്. കുക്കുവിനെ PGN എന്നും PGN എന്താണ്? സ്പാരോ എന്നുമാണ് പറയുന്നത്. എന്നാൽ ഇതിൽ ഏത് ബേർഡ്സ് ആണ്, വിച്ച് ബേർഡ് സിങ്സ് വെൽ, ഏത് ബേർഡാണ് നല്ലോണം പാടുന്ന, ആ ഒരു രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കറിയാം പാടുന്ന ബേർഡ് അല്ലെങ്കിൽ സിങ് ചെയ്യുന്ന ബേർഡ് എന്ന് പറയുന്നത് കുക്കു ആണ്. സോ കുക്കുവിനെ എന്തായിട്ടാണ് ഇവിടെ കോഡ് ചെയ്തേക്കുന്നതെന്ന് നോക്കുക. സോ കുക്കുവിനെ എന്തായിട്ടാണ് ഇവിടെ കോഡ് ചെയ്തേക്കുന്നത്? കുക്കു ഈസ് കോഡഡ് ആസ് PGN. കുക്കു ഈസ് നോൺ ആസ് എന്താണ്? PGN ആയിട്ടാണ് കുക്കുവിനെ അറിയുന്നത്. സോ എന്താണ് ഇവിടെ? PGN ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് NB OA PZ ആൻഡ് എന്താണ്? QY എന്നാണ് കിടക്കുന്നത്. സോ ഇത്രയും നേരം നമ്മൾ ചെയ്ത ആ രീതിയിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കുറച്ച് സെക്കൻഡ്സ് തരാം, നിങ്ങളൊന്ന് ചെയ്ത് നോക്കി. സോ
സോ ഞാൻ ഇത് എടുക്കുകയാണെങ്കിൽ ഈ നമ്പേഴ്സിന് ഞാൻ പൊസിറ്റൽ നമ്പേഴ്സ് വെച്ച് എഴുതുവാണെങ്കിൽ NB OA PZ ആൻഡ് QI എന്നാണ് കിടക്കുന്നത്. NB ആണെങ്കിൽ എത്രയാണ് 14 2 എന്നാണ്. OA എന്ന് പറയുന്നത് 15 1, PZ എന്ന് പറയുന്നത് 16 26, QY എന്ന് പറയുന്നത് എത്രയാണ് 17 25 എന്ന രീതിയിലാണ് പോയേക്കുന്നത്. സോ ഇത് നോക്കിയപ്പോൾ ആദ്യത്തെ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആഡ് ചെയ്താണ് പോയേക്കുന്നത്. സോ അവിടെ വരാൻ പോകുന്ന അടുത്ത ഡിജിറ്റ് 18 ആയിരിക്കും, വിച്ച് ഇസ് 18 എന്ന് പറഞ്ഞാൽ എന്താണ് 6 വരുന്നത്. ദെൻ ഇവിടെ നോക്കുമ്പോൾ 6 എല്ലായിടത്തും ഉണ്ട്. സോ സെക്കൻഡ് ഡിജിറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. നോക്കുമ്പോൾ 1 കുറഞ്ഞു വരുവാണ്. സോ ഇവിടെ വരുന്നത് 24, ദാറ്റ് ഈസ് എക്സ് ആയിരിക്കും, RX ആയിരിക്കും എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് RX ആയിരിക്കും. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിലാണ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡയറക്ഷൻ പഠിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ പറയുന്നതെന്ന് വെച്ചാൽ 6 പേഴ്സൺസ് ഉണ്ട്. ഒരു സർക്കുലർ ടേബിളിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു സർക്കുലർ ടേബിളിലാണ് എന്ത് ഈ 6 പേഴ്സൺസിനെയും ചെയ്യുന്നത്. 6 പേഴ്സൺസിനെ ഇതാക്കിയേക്കുന്നത് ഒരു സർക്കുലർ ടേബിളിലാണ്. ഇനി പറഞ്ഞേക്കുന്നത് എന്താണ് എസ് എന്ന് പറയുന്നത് സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എ. എസ് എന്ന് പറയുന്നത് സെക്കൻഡ് ടു റൈറ്റ് ഓഫ് എന്താണ് എ. എയുടെ സെക്കൻഡ് ടു റൈറ്റിലാണ് എസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ് ഓൺലി 1 പേഴ്സൺ ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ O ആൻഡ് U. ഓയ്ക്കും യുവിനും ഇടയ്ക്ക് ഒരാളെ സിറ്റ് ചെയ്യുന്നുള്ളൂ എന്നാണ്. ദെൻ അടുത്ത എന്താണ് ദെൻ T ഈസ് സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് K. T എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് കെയുടെ റൈറ്റിലാണെന്നാണ്. കെയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് IMR. നമുക്കറിയാം എങ്ങനെയൊക്കെ മാർക്ക് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ T എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് K ആണ്. ദെൻ ഓൺലി 2 പേഴ്സൺ ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ O ആൻഡ് A. ഒയ്ക്കും എയ്ക്കും എതിരെ ഇടയ്ക്ക് 2 പേരെ സിറ്റ് ചെയ്യുന്നുള്ളൂ. സോ 2 പേര് സിറ്റ് ചെയ്യുന്നുണ്ട് ഒയ്ക്കും എയ്ക്കും ഇടയ്ക്ക്. ഇനി ചോദിച്ചേക്കുന്നത് ഹൂ ഈസ് സിറ്റിംഗ് ടു ദ തേർഡ് ലെഫ്റ്റ് ഓഫ് എന്താണ് കെയുടെ തേർഡ് ലെഫ്റ്റിലാണെന്ന് ചോദിച്ചേക്കുന്നത്. സോ ഇത് വെച്ചിട്ട് ഞാൻ ആദ്യത്തെ ഇതെടുക്കുന്നത് ഞാൻ സെക്കൻഡ് റൈറ്റ് ഓഫ് എ ആണെന്നാണ് കിടക്കുന്നത്. സോ ഞാൻ എ വെച്ചിട്ട് മാർക്ക് ചെയ്യണം. സോ ഇപ്പോൾ എൻ്റെ ഇവിടെയാണെങ്കിൽ എയുടെ സെക്കൻഡ് റൈറ്റിലാണ് എന്ത് എസ് എന്ന് പറയുന്നത്. സോ ഇവിടെയാണെങ്കിൽ എ ഫേസിങ് ഇൻ ടു ദ സർക്കിളാണ്. സോ എ എന്ന് പറയുന്നത് സെൻറ്ററിലോട്ട് ഫേസ് ചെയ്യുവാണെങ്കിൽ എയുടെ റൈറ്റിൽ സെക്കൻഡ് റൈറ്റിലാണ് എന്ത് എസ് വരുന്നത്. ഫസ്റ്റ് റൈറ്റ് സെക്കൻഡ് റൈറ്റ്. ഇനി പറയുന്നതെന്ന് വെച്ചാൽ ഒയും എയും തമ്മിൽ 2 ഗ്യാപ്പ് വ്യത്യാസം ഉണ്ടെന്നാണ്. സോ എയും ഒയും തമ്മിൽ 2 ഗ്യാപ്പ് വ്യത്യാസം. ഇവിടെ നോക്കുമ്പോൾ 2 ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇവിടെ 2 ഗ്യാപ്പ് ഉണ്ട്. സോ O വരുന്നത് എന്തായാലും ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും OA വരുന്നത്. ഇനി അടുത്ത എന്താണ് പറയുന്നത് അടുത്തത് ഒയും എയും തമ്മിലുള്ളത് കഴിഞ്ഞു. ഇനി ഒയും യുവും തമ്മിൽ ഒരാൾ നടുക്കുണ്ടെന്ന് പറഞ്ഞു. ഒയും യുവും തമ്മിൽ ഒരാൾ അടുത്തുണ്ട്. അതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് കെയും ടിയും അടുത്തടുത്തായിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ഒരു അടുത്തടുത്തുള്ള ഒരു ഇത് വരുമ്പോൾ എന്തായാലും അത് കെയും ടിയും ആയിരിക്കും. സോ ഇനി എന്താണിത് കെ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എന്താണ് ടിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ എന്തായിരിക്കും ടിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലായിരിക്കും കെയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലായിരിക്കും എന്ത് ടി. കെയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് ടി വന്നേക്കുന്നത്. സോ ടി വന്നു. ഇനി ഏതാണ് പ്ലേസ് ചെയ്യാനുള്ളത്? ഇനി എന്ന് പറയുന്നത് ഒയും എയും തമ്മിൽ ഒരാളാണ് വ്യത്യാസം. സോ ഇവിടെ എന്താണ് യു വന്നേക്കുന്നു. സോ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി ചോദിച്ചേക്കുന്നത് ഹൂ ഈസ് സിറ്റിംഗ് ദ തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എന്താണ് കെയുടെ തേർഡ് ടു ലെഫ്റ്റിൽ ആരാണ് ഇരിക്കുന്നതെന്നാണ്. സോ ഇവിടെ നിന്ന് നോക്കുക കെയുടെ ലെഫ്റ്റ് ഇങ്ങോട്ടാണ്. സോ കെയുടെ തേർഡ് ടു ലെഫ്റ്റിൽ ആരായിരിക്കുന്നതെന്ന് നോക്കിയപ്പോൾ ആരാണ് യു ആണ് സിറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ എന്താണ് കറക്റ്റ് ആയിട്ട് വരുന്നത് യു ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ തേർഡ് ടു ലെഫ്റ്റിൽ ആരാണ് ഇരിക്കുന്നത് യു. ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ഇനി വരുന്ന വെറാൻഡ റേസിൻ്റെ ഒരു 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. സോ ഈ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിൽ എന്ന് പറയുന്നത് ഒരു ക്ലാസ്, സർക്കിൾ, എക്സ്ട്രീം സർക്കിൾ, ഒരു സൂപ്പർ ബാച്ച്, റിപ്പ് സെഷൻ ആൻഡ് എ മോക്ക് ഇൻ്റർവ്യൂ. സോ ഈ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ് വെറാൻഡ റേസിൻ്റെ ഇത്രയും ആസ്പിറൻസിന് ഇത്രയും ജോലി അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ നല്ലോണം നിൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. സോ ദെൻ നമുക്ക് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് ഉണ്ട്. സോ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചസിന് വേണ്ടിയിട്ട് ഈ 2 നമ്പേഴ്സിലേക്കും കോൺടാക്ട് ചെയ്യാം. സോ ജാനുവരി 20 എന്ന് പറയുന്നത് നമ്മുടെ വെറാൻഡ റൈസിലൊരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൽ മെയിൻലി നമ്മൾ എങ്ങനെയാണ് SSC ആണെങ്കിലും അതേപോലെ ബാങ്ക്, റെയിൽവേ എക്സാംസുകൾക്ക് എങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അതാണ് ഇവിടെ പറയുന്നത്. സോ ഈ ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൽ നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ക്ലാരിഫിക്കേഷനും അതേപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ എക്സാംസിനെ അപ്രോച്ച് ചെയ്യണം, എന്തൊക്കെയാണ് അതിൻ്റെ സിലബസ്, അങ്ങനെയൊക്കെ ഒരു
ഒരു തരത്തിലുള്ള ഒരു ഓറിയൻറ്റേഷൻ പോലെയാണ് പോകുന്നത്. സോ നിങ്ങൾക്ക് ഫ്രീ മെറ്റീരിയൽസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. എന്നിട്ട് ജനുവരി 20 നിങ്ങൾ നിങ്ങളുടെ ടൈം മാറ്റി വയ്ക്കും. സോ ദാറ്റ് യു ക്യാൻ നാളെ നിങ്ങൾക്കൊരു ഓഫീസർ ലെവലിലോട്ട് എത്താൻ നമ്മൾ സഹായിക്കുന്നതാണ്. സോ 5th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് REAS. സോ ഇതും കോഡിങ്ങിൽ വരുന്നതാണ്. സോ REAS എന്ന് പറയുന്നത് STDW എന്നാണ് കോഡ് ചെയ്തേക്കുന്നത്. REAS എന്ന് പറയുന്നത് STDW. അടുത്ത എന്താണ് ABRO. അടുത്തത് ABRO എന്ന് പറയുന്ന കോഡ് ചെയ്തേക്കുന്നത് PDUSയിലേക്കാണ്. സോ MOBI എന്ന് പറയുന്നത് എന്തിലോട്ടാണ് ഇതാക്കുന്നത്. സോ REAS എന്ന് പറയുന്നത് നമുക്കത് എഴുതാൻ പറ്റും. സോ R എന്ന് പറയുന്നത് 18 ആണ്, ഇത് 5, ദെൻ 1, ദെൻ 19 ആണ് വന്നേക്കുന്നത് അല്ലേ. സോ ഇവിടെ നോക്കുമ്പോൾ ഇത് 19, S എന്ന് പറയുന്നത് 19 ആണ്, ഇത് 7, ദെൻ ഇതെന്ന് പറയുന്നത് 4 ആൻഡ് ദിസ് ഇസ് 23 ആണ് വരുന്നത്. സോ ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് ആദ്യമേ വ്യത്യാസം ചെക്ക് ചെയ്ത് നോക്കാം. സോ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് +1 വ്യത്യാസമാണ്. +1 ആണ് ഇവിടെ വരുന്നത്. ഇത് തമ്മിൽ എന്താണ് +2 ആണ് വരുന്നേക്കുന്നത്. സോ 1 and 4 തമ്മിൽ +3 ആൻഡ് ദിസ് ഇസ് +4. ഈ ഒരു രീതിയിലാണ് വന്നേക്കുന്നത്. സോ ഇതും അങ്ങനെയാണോ വരുന്നതെന്ന് നോക്കാം. ഇത് 1, ദെൻ ഇത് 2 ആൻഡ് 18, 15 ആണ് പൊസിഷണൽ വാല്യൂസ് വരുന്നത്. സോ ഇത് നോക്കുമ്പോൾ 2, 4, ദെൻ 21 ആൻഡ് 19. സോ ഇത് നോക്കുമ്പോഴും നമുക്ക് എന്താണ് +1, +2, +3, +4 ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ കോഡ് പോയേക്കുന്നത്. സോ MOBI എന്ന് പറയുന്നത് എന്ന് പറയുന്നതും ആ രീതിയിൽ തന്നെ ആയിരിക്കും. +1, +2, +3 ആൻഡ് +4 എന്നായിരിക്കും. M എന്ന് പറയുന്നപ്പോൾ 14 വരും. N വരുന്നത് നോക്കുക, ഇതാണെങ്കിൽ 17 വരും. NQ വെച്ചിട്ടായിരിക്കും ഇതാക്കുന്നത്. സോ NQEM ഇതെന്ന് പറയുന്നത് എത്ര, +3 എന്ന് പറയുന്നത് 6 വരും. സോ NQEM ആയിരിക്കും വരുന്നതെന്ന് പറയുന്നത്. സോ NQEM എന്ന് പറയുന്നത് 3rd ഓപ്ഷനാണ്. സോ 3rd ഓപ്ഷനാണ് എന്ത് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്ക് 6th ക്വസ്റ്റ്യനിലേക്ക് പോവാം. 6th ക്വസ്റ്റ്യനും എന്താണ്, നമുക്കൊരു അറേഞ്ച്മെൻ്റ് ആണ് വരുന്നത് അല്ലേ. അറേഞ്ച്മെൻറ്റിൽ നോക്കുമ്പോൾ 8 പേഴ്സൺസ് ഉണ്ട്, 8 പേരാണുള്ളത്. നമ്മൾ അറിയാം നമുക്കൊരു അറേഞ്ച്മെൻറ്റിൽ ആദ്യമേ എത്ര പേരുണ്ട് എന്നാണ് നമുക്ക് കറക്റ്റായി നോക്കേണ്ടത്. സോ 8 പേഴ്സൺ ഉണ്ട്. 8 പേഴ്സൺ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് വെയിറ്റ് ആണ്. ഇനി only 2 persons ആർ ലൈറ്റർ ദാൻ എഫിനേക്കാൾ 2 പേരേ ലൈറ്റർ ഉള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് എടുക്കുകയാണെങ്കിൽ എഫിനേക്കാൾ 2 പേരേ ലൈറ്റർ ഉള്ളൂ അല്ലേ. സോ F എടുത്തുവാണെങ്കിൽ എഫിനേക്കാൾ 2 പേരേ ലൈറ്റർ ആയിട്ടുള്ളൂ. സോ എഫിനേക്കാൾ 2 പേരേ ലൈറ്റർ ആയിട്ടുള്ളൂ. then അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് F ഈസ് ഹെവിയർ ദാൻ എന്താണ് A. അടുത്ത പറഞ്ഞേക്കുന്നത് F എന്ന് പറയുന്നത് F ഈസ് ഹെവിയർ ദാൻ A. എയേക്കാൾ F ഹെവിയർ ആണ്. ഇനി ബട്ട് ലൈറ്റർ ദാൻ എന്താണ്, ബിയേക്കാൾ ലൈറ്റർ ആണ് അല്ലേ. ബിയേക്കാൾ ലൈറ്റർ ആണ്. ഇനി അടുത്ത പറഞ്ഞേക്കുന്നത് എന്താണ്, D ഈസ് ലൈറ്റർ ദാൻ E. D എന്ന് പറയുന്നത് എന്താണ്, ലൈറ്റർ ദാൻ E ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ D ഈസ് ലൈറ്റർ ദാൻ E. ഇയേക്കാൾ ലൈറ്റർ ആണ് എന്ത് D. D ഈസ് ലൈറ്റർ ദാൻ E ബട്ട് ഹെവിയർ ദാൻ എന്താണ് G. ജിയേക്കാൾ ഹെവിയർ ആണ്. അടുത്ത വന്നേക്കുന്നത് എന്താണ്, H ഈസ് ലൈറ്റർ ദാൻ A. H എന്ന് പറയുന്നത് എയേക്കാൾ ലൈറ്റർ ആണ് H എന്ന് പറയുന്നത് അല്ലേ. H എന്ന് പറയുന്നത് എയേക്കാൾ ലൈറ്റർ ആണ്. H ഈസ് ലൈറ്റർ ദാൻ A. C ഈസ് ഹെവിയർ ദാൻ E. C എന്ന് പറയുന്നത് ഹെവിയർ ദാൻ E. C ഈസ് ഹെവിയർ ദാൻ E എന്ന് വെച്ചിട്ടുണ്ട്. C ഈസ് ഹെവിയർ ദാൻ E. അടുത്ത എന്താണ് പറയുന്നത്, C ഈസ് നോട്ട് ദ is heavier than E, then C is not the heaviest person. So C ഒരിക്കലും heaviest person ആയിട്ട് വരത്തില്ല, not heaviest. Then അത് കഴിഞ്ഞ് എന്താണ് വന്നേക്കുന്നത്, C is not the heaviest person. അടുത്തത് weight of the second highest എന്ന് പറയുന്നതും and second lightest എന്ന് പറയുന്നതും 78 പിന്നെ 48 ആണെന്ന് പറഞ്ഞു. 78 48 സെക്കൻഡ് ഹയസ്റ്റ് തേർഡ് ഹയസ്റ്റ്. എന്നാൽ ഹൗ മെനി പേഴ്സൺസ് ആർ ലൈറ്റർ ദാൻ ദ പേഴ്സൺ ഹു ഈസ് ജസ്റ്റ് ലൈറ്റർ ദാൻ ഡി. ഡിയേക്കാൾ ജസ്റ്റ് ലൈറ്റർ ആയിട്ടുള്ള ആളുടെ അപ്പുറത്ത് എത്ര പേര് ലൈറ്ററായിട്ട് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത്രയാണ് നമുക്ക് തന്നേക്കുന്ന ഐഡിയാസ് എന്ന് പറയുന്നത്. സോ ഇത് വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആദ്യം വരയ്ക്കാം. എഫ് എന്ന് പറയുന്നത് എഫിനേക്കാൾ ലൈറ്ററായിട്ട് 2 പേരും കൂടെ ഉള്ളു അല്ലേ.
സോ എഫിനേക്കാൾ ലൈറ്ററായിട്ട് 2 പേരേ ഉള്ളൂ. ഓക്കെ, എഫിനേക്കാൾ ലൈറ്ററായിട്ട് 2 പേരേ ഉള്ളൂ. ആ ലൈറ്ററായിട്ടുള്ള ആളുകൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. നോക്കി, എഫിനേക്കാൾ ലൈറ്ററാണ് എയേക്കാൾ ലൈറ്ററാണ് എച്ച്. സോ അതിൻ്റെ ഒരു ഇത് കിട്ടി. അപ്പോൾ എ എച്ച് എന്നിങ്ങനെ ആയിരിക്കും വരുന്നത്. സോ അത് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എ എച്ച് അല്ലേ, എഫ് എ എച്ച് എന്ന് വന്നു. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ എഫിനേക്കാൾ ലൈറ്റർ ഇച്ചിരി കൂടെ കൂടിയത് ബി ഉണ്ട്, ഇ ഉണ്ട്, സി. ദെൻ സി എന്ന് പറയുന്നത് ഹെവിയർ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സി അപ്പോൾ ഹെവിയർ അല്ല, സി ഹെവിയർ അല്ലെങ്കിൽ നമുക്ക് പോസിബിലിറ്റി എന്താണ്, ഇവിടെ 3 ആയി. സോ 3 ആയി. അപ്പോൾ സി ഒരിക്കലും ഏത് പാർട്ടിൽ വരത്തില്ല, ഈ ഒരു പാർട്ടിൽ വരത്തില്ല, ഫസ്റ്റ് പാർട്ടിൽ വരത്തില്ല. ഞാൻ അപ്പോൾ എന്ത് ചെയ്തു, പോസിബിലിറ്റി അനുസരിച്ച് സീനെ സെക്കൻഡ് പാർട്ടിലൊന്ന് ഇട്ട് നോക്കുകയാണ്. സോ സി എന്ന് പറയുന്നതിൻ്റെ സെക്കൻഡ് പാർട്ടിലോട്ട് പോസിബിലിറ്റി വെച്ചിട്ട് സിയെ ഞാൻ പ്ലേസ് ചെയ്യുകയാണ്. സി സെക്കൻഡ് പാർട്ടിൽ നിൽക്കുന്നു എന്ന് വെച്ചു. സോ സിയേക്കാൾ ലൈറ്ററായിട്ട് ആരെങ്കിലും ഉണ്ടോ നോക്കുക. ഇ ഉണ്ട്, ഇ എന്ന് പറയുന്നത് സിയേക്കാൾ ലൈറ്ററാണ്. ദെൻ ഡി ഉണ്ട്, ജി ഉണ്ടെന്നല്ല പറഞ്ഞേക്കുന്നത് അല്ലേ. സോ പിന്നെ പറഞ്ഞിട്ടുണ്ട് എഫിനേക്കാൾ ഹയർ ആണ് ബി എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ എന്താണ്, ഇയേക്കാൾ ലൈറ്ററായിട്ടുള്ള 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഈ 3 പ്ലേസിലോട്ട് എനിക്ക് അവരെ പ്ലേസ് ചെയ്യാൻ പറ്റും അല്ലേ. സോ അത് ഇ ഡി ആൻഡ് ജി എന്ന് എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇ ഡി ജി, ദാറ്റ് സിയേക്കാൾ ലൈറ്ററാണ് ഇ ഡി ആൻഡ് ജി. പിന്നെ ബിയുടെ കാര്യം പറഞ്ഞിട്ടുള്ളത് എഫിനേക്കാൾ ഹയർ ആണെന്നാണ്. സോ ബി ഞാൻ ഫസ്റ്റ് പ്ലേസിൽ ഇത് ചെയ്താലും എനിക്ക് പ്രോബ്ലം ഇല്ല. സോ ഇങ്ങനത്തെ ഒരു പോസിബിലിറ്റി വന്നാൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്നത് എന്താണ്, ഇവിടെ ബി ആണ് വരുന്നത്. സോ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്നത് ബി ആണ് വരുന്നത്. ഇനി എന്നോട് ചോദിച്ചേക്കുന്നത് എന്താണ്, ഹൗ മെനി പേഴ്സൺസ് ആർ ലൈറ്റർ ദാൻ ദ പേഴ്സൺ ഹു ഈസ് ജസ്റ്റ് ലൈറ്റർ ദാൻ ഡി. ഡിയേക്കാൾ ജസ്റ്റ് ലൈറ്റർ ആയിട്ടിരിക്കുന്നത്. സോ ഡിയേക്കാൾ ജസ്റ്റ് ലൈറ്റർ ആയിട്ട് ആരാണ് ഇരിക്കുന്നത്, എനിക്കിവിടെ ജി ആണ് ഇരിക്കുന്നത്. സോ ജി കഴിഞ്ഞിട്ട് എത്ര പേഴ്സൺസ് ഇനി ലൈറ്റർ ഉണ്ടെന്ന് നോക്കുക. സോ ഇവിടെ എത്രയുണ്ട്, 3 പേഴ്സൺസ് ആണ് ലൈറ്റേഴ്സ് ആയിട്ടുള്ളത്. സോ ആൻസർ എന്താണ്, ഓപ്ഷൻ ബി. 3 പേരാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ലൈറ്റർ ആയിട്ടുള്ളത്. എത്ര പേരാണ്, 3. സോ ഇതിൻ്റെ ആൻസർ എന്താണ്, 3 പേഴ്സൺസ് ആണ് ലൈറ്റർ ആയിട്ട്. ഓപ്ഷൻ ബി ആണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, 3 പേഴ്സൺ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിയപ്പോൾ ഓൾ ക്രിക്കറ്റേഴ്സ് ആർ സ്പോർട്സ്മെൻ അല്ലേ, എല്ലാ ക്രിക്കറ്റേഴ്സും സ്പോർട്സ്മെൻ ആണ്. സം പ്ലെയേഴ്സ് ആർ സ്പോർട്സ്മെൻ. സോ സം പ്ലെയേഴ്സ് ആർ സ്പോർട്സ്മെൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പറഞ്ഞേക്കുന്നത് നോ ക്രിക്കറ്റർ ഈസ് എ പ്ലെയർ. നോ ക്രിക്കറ്റർ ഈസ് എ പ്ലെയർ എന്ന് നമുക്ക് അത് നോക്കുമ്പോൾ നോ ക്രിക്കറ്റർ ഈസ് എ പ്ലെയർ, നോ കണ്ടീഷനാണ് പറയുന്നത്, നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. സോ അത് ഫോൾസ് കണ്ടീഷനാണ്. സം ക്രിക്കറ്റേഴ്സ് ആർ പ്ലെയർ. സം ക്രിക്കറ്റേഴ്സ് ആർ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല, കറക്റ്റായിട്ട് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. സോ അതും ഫോൾസ് കണ്ടീഷനാണ്. സോ ഇവിടെ രണ്ടും ഫോൾസ് കണ്ടീഷൻ വന്നു. പക്ഷെ നോക്കുമ്പോൾ രണ്ടും കമ്പയർ ചെയ്യുന്ന ഒരേ കാര്യത്തെ തന്നെയാണ്, ക്രിക്കറ്റേഴ്സിനെയും പ്ലെയേഴ്സിനെയും തന്നെയാണ്. സോ അങ്ങനെ വരുന്ന കണ്ടീഷൻ ഞാൻ പറഞ്ഞായിരുന്നു, സം നോ വരികയാണെങ്കിൽ ആൻഡ് ബോത്ത് ആർ ഫോൾസ് വരുവാണെങ്കിൽ ഇതെന്താണ്, എയ്തർ ഓർ കണ്ടീഷൻ ആയിരിക്കും. സോ എയ്തർ ഓർ കണ്ടീഷനിലാണ് ഇത് വരുന്നത്. സോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോ എക്സ് ഈസ് വൈ. ഒരു എക്സും എന്തല്ല, വൈ അല്ല എന്നാണ് പറയുന്നത്. സോ എക്സ് ഈസ് ഡബ്ല്യു. നോ എക്സ് ഈസ് ഡബ്ല്യു ആൻഡ് സം ആർ ആർ എക്സ്. സം ആർ ആർ എന്താണ്, എക്സ്. സോ സം ഡബ്ല്യു ആർ നോട്ട് എക്സ്. സം ഡബ്ല്യു ആർ നോട്ട് എക്സ് എന്ന് പറയുന്നത് കറക്റ്റാണ്. ദെൻ നോ ഡബ്ല്യു ഈസ് ആർ. നോ ഡബ്ല്യു ഈസ് ആർ തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. സോ എന്താണ്, ഓപ്ഷൻ 1 മാത്രമേ ഉള്ളൂ ഫോളോ ചെയ്യുന്നത്. സോ 1 ഓൺലി ഫോളോസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൈനസ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, മൈനസ് ഇൻറ്റുവിന് സ്റ്റാൻഡ് ചെയ്യുന്നതാണ്. പ്ലസ് എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ ആൻഡ് ഡിവൈഡ് ബൈ എന്ന് പറയുന്നത് മൈനസിന് സ്റ്റാൻഡ് ചെയ്യുന്നതാണ്. സോ ഇവിടെ നോക്കുമ്പോൾ ഇത് 812 ഡിവൈഡ് ബൈ 58. പിന്നെന്താണ്, മൈനസ് വരുവാണെങ്കിൽ മൈനസ് ഇൻറ്റു 65. ദെൻ പ്ലസ് വരുവാണെങ്കിൽ ഡിവൈഡഡ് ബൈ 26. ദെൻ മൈനസ് വരുവാണെങ്കിൽ മൈനസ് എന്ന് പറയുന്നത് ഇൻറ്റു 2 എന്നാണ് കിടക്കുന്നത് അല്ലേ. സോ അപ്പോൾ ഇത് 13. സോ ഇത് 5. സോ ഇതിൽ വരുമ്പോൾ എന്താണ് വരുന്നത്, സോ 812 ഡിവൈഡഡ് ബൈ 58 ആണ് വന്നേക്കുന്നത് അല്ലേ. സോ 812 ഡിവൈഡ് ബൈ 58 എന്ന് പറയുന്നത് എത്രയാണ്, സോ ഇവിടെ വരുന്നത് 5 കൊണ്ട് മൾട്ടിപ്ലൈ ഈസ് 14. ദാറ്റ് ഈസ് 14 × 5 എന്ന് പറയുന്നത് എത്രയാണ്,
70 ആണ് ആൻസർ. സോ ഓപ്ഷൻ 1 70 ആണ് എന്തിവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. 112 എഴുതായിരുന്നു 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ ലാസ്റ്റ് ഡേറ്റ് നോക്കുമ്പോൾ 14 × 5 എന്നാണ് വരുന്നത്. ആൻസർ എന്താണ് 17 വരും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 232 is to 21, 343 is to 30 and 157 to dash. നോക്കുമ്പോൾ 21 30 എന്നൊക്കെ പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആണ്. സോ ഇവിടെ എന്തോ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് വരുന്നത്. സോ 7 × 3 ആണ് 21 വരുമ്പോൾ 10 × 3 ആണ് 30 വരുന്നത്. ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ 7 എന്ന് പറയുന്നത് ഈ ഡിജിറ്റുകളുടെ എല്ലാം കൂടെ സം 3 + 2 5 + 7. സോ ഇതിൻ്റെ എല്ലാം കൂടെ സമ്മാണ് 10 വരുന്നത്. സോ ഇതിൻ്റെയും സം നോക്കുക 5 + 5 12, 13 × 3 നോക്കുക വിച്ച് ഇസ് ഈക്വൽ ടു 39. സോ 39 ആണ് ആൻസർ എന്ന് പറയുന്നത്. സോ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഇത് വൈൻഡപ്പ് ചെയ്യാണ്. ഇത് ലാസ്റ്റ് ഇതായിരുന്നു ക്വസ്റ്റ്യൻ. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ സ്പീഡ് മോക്ക് ആയിട്ട് ഇത്രയും നാൾ പോയതിന് എല്ലാത്തിൻ്റെയും കൂടെ ഒരു സ്പീഡ് മോക്ക് പോലെ പോയതാണ്. സോ എല്ലാവർക്കും ഇന്നത്തെ സെഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.